Good morning, guys. നമ്മളിപ്പോൾ ഒരു 4 days cruise ട്രിപ്പിലാണ് വിത്ത് 2 pit stop in Malaysia and Thailand. ഇന്നലെ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് കയറി നമ്മളിപ്പോൾ എൻ റൂട്ട് മലേഷ്യയിലെ പനാങ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വിൻജാമർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്, ക്യൂ ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ ഈ ക്രൂസിൽ നമുക്ക് 3 ഡൈനിങ് ഏരിയാസ് കോംപ്ലിമെന്ററി ആണ്. ഒന്ന് ഇന്നലെ കണ്ട മെയിൻ ഡൈനിങ് ഹാള്, പിന്നെ ഈ വിൻജാമർ എന്ന് പറയുന്ന സ്ഥലം, പിന്നെ മൂന്നാമതായിട്ട് സൊറന്റോസ് എന്ന് പറയുന്ന 24 hours പിസ്സ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല തീറ്റയുടെ ഇടയിൽ. ഈ ക്രൂസിന് മൊത്തത്തിൽ 16 ഫ്ലോർസ് ആണ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 14th ഡെക്കിലാണ്. ഇവിടെയാണ് വിൻജാമറും സൊറന്റോസ് പൂൾ ഏരിയ ഒക്കെ ഉള്ളത്. നമ്മൾ ഇന്നലെ പോയ മെയിൻ ഡൈനിങ് ഹാള് 4th ഡെക്കിലാണ്. നമ്മുടെ റൂംസ് 6, 7 and 8 ഡെക്കിലായിരുന്നു. പിന്നെ നമ്മുടെ സ്വീറ്റ് റൂം 16th ഡെക്കിലായിരുന്നു. കഴിച്ചിട്ട് ഞങ്ങൾ പൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്കും കുഞ്ഞിനും ഭയങ്കര ആഗ്രഹമായിരുന്നു പൂളിൽ പോയി ചാടുന്നു, പക്ഷെ ഇവർക്ക് ആർക്കും തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാച്ചിനെ കുത്തിപ്പൊക്കി. അവസാനം ചാച്ച് ഞങ്ങളോട് കനിവ് തോന്നി. നമ്മൾ നേരത്തെ കണ്ടത് കിഡ്സ് പൂൾ ആയിരുന്നു. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫാമിലി പൂൾ. ഇതൊന്നും അല്ലാതെ അഡൾട്ട്സ് പൂൾ വേറെ ഉണ്ടായിരുന്നു. അതിന്റെ പേര് സോളാരിയം എന്നാണ്. അങ്ങനെ പൂളി ചാടി കഴിഞ്ഞപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ ഫ്രഷായി വീണ്ടും വിൻജാമറിലേക്ക് വന്നു ലഞ്ച് കഴിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ ഇത് കോംപ്ലിമെന്ററി ഫുഡാണ്. കോംപ്ലിമെന്ററി ആണെന്ന് കരുതി ഒന്നിനും ഒരു കുറവും ഇല്ലായിരുന്നു. വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട്. ബുഫേ സിസ്റ്റമാണ്. എല്ലാ ടൈപ്പ് ഓഫ് ക്വിസിൻസും അവൈലബിൾ ആണ്. പാസ്ത തൊട്ട് അച്ചാറും പപ്പടവും വരെ ഇവിടെ കിട്ടും. ഇതല്ലാതെ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സും ഈ ക്രൂസിനകത്തുണ്ട്. അതിന്റെ പേയ്മെന്റ് നമ്മുടെ സീ പാസിലേക്കായിരിക്കും ആഡ് ആവുന്നത്. അങ്ങനെ നമ്മൾ മലേഷ്യയിലെത്തി. മലേഷ്യ ഇസ് ദി 66th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 33 മില്യൺ ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് മലേഷ്യ. ഇതിന്റെ ക്യാപിറ്റൽ ക്വാലാലംപൂർ ആണ്. പക്ഷെ നമ്മളിപ്പോ ഇറങ്ങിയിരിക്കുന്നത് പെനാങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയി ആണ്. കറൻസി റിംഗിറ്റ്. 1 റിംഗിറ്റ് ഇസ് 65 ഫിൽസ് ഓർ 17 rupees. നമുക്ക് വേണമെങ്കിൽ ഡോളേഴ്സും യൂസ് ചെയ്യാം. മലേഷ്യയിലെ സമയം ഇന്ത്യയിൽ നിന്നും 2.5 മണിക്കൂർ മുന്നോട്ടും കുവൈറ്റിൽ നിന്ന് 5 മണിക്കൂർ മുന്നോട്ടുമാണ്. ഒരുത്തനോട് ക്യാമറ സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ അവരുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു. എടാ നീ ഞങ്ങളുടെ ക്യാമറമാനാടാ. ഞങ്ങൾ അങ്ങനെ പോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മലേഷ്യ കാണാൻ പോകണം. ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് 2 ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. ഇതാണ് മെയിൻ ഫോട്ടോഗ്രാഫർ. ഇത് പിന്നെ നമ്മുടെ സ്ഥിരം ക്യാമറാമാൻ. ഞങ്ങൾ മലേഷ്യയിൽ ഇറങ്ങി. അപ്പൊ ഇവിടെ നിന്ന് ഫ്രീ ബസ് ഉണ്ട്, ബസ് ടൂർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് എടുക്കാൻ ചാർജിനും പൈപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ റൂട്ട് മാപ്പ് പോലെ ഒരു സാധനം ഇവിടുന്ന് കിട്ടി. ഇതിനകത്തെ ഒരു ആക്ച്വൽ മാപ്പാണ്. നമുക്ക് പോകാവുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വഴികൾ മെൻഷൻ ചെയ്ത് നമുക്ക് പോകുന്നത് ഏത് വഴിയാണ്, തിരിച്ചു വരുന്നത് ഏത് വഴിയാണെന്നൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി 3 to 4 hours ഉള്ളൂ. അതിൽ കുറച്ച് സമയം നമ്മൾ കഴിക്കാനൊക്കെ എടുത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും കാണാൻ ടൈമില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. മറ്റേ കുബേരനിലെ പോലാണോ? പുറത്തിറങ്ങിയപ്പോ തന്നെ കുറെ ഗൈഡ്സ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഗൈഡ് ചേട്ടനെ കിട്ടി. ഈ ചേട്ടൻ ഒരു പാലക്കാടൻ മലയാളിയാണ്. എവിടൊക്കെയാണ് നമ്മൾ പോകുന്നത്? Yeah, Malaysia money. What currency you have? $.
I mean Singapore dollars. US dollar. Waiting for the car. The van. Bus. First one എവിടെയാണ്? First upside down museum. Hi guys. അപ്പോൾ ഞങ്ങൾ അപ്സൈഡ് ഡൗൺ മ്യൂസിയത്തിലേക്ക് പോവാണ്. What should we do? Okay, everybody stand up. Okay, hit me up. 1, 2, ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നോ എൻട്രി ഫിറ്റിംഗ് റൂം. അപ്സൈഡ് ഡൗൺ കഫേ, അപ്സൈഡ് ഡൗൺ souvenir shop. എല്ലാവരും പോസ്റ്റ് കാർഡ്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് കൊടുക്കണം കാലിന്റെ പൊക്കണം. വിവശയായി അവൾ അരികിൽ നിന്നു ഇതുവതനയായി പെണ്ണോ ധരിച്ചു നിന്നു. വിലായ പെർസെസ്റ്റുവാൻ. അതായത് കോളാലംപൂർ. ഇവിടെ നമ്മുടെ വണ്ടി നമ്പർ ഒക്കെ തുടങ്ങുന്നത് W എന്ന് പറയുന്ന സീരീസ് തുടങ്ങുന്നതാണ്. കോളാലംപൂർ രജിസ്ട്രേഷൻ വണ്ടികൾ. അത് ആ W എന്ന് പറയുന്ന വിലായ പെർസെസ്റ്റുവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളിവിടെ മലേഷ്യയിലെ കൊക്കോ ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ്. പെനാങ്ങിലെ പെനാങ് വൈറ്റ് കോഫി. ഇവിടുത്തെ സ്പെഷ്യലിറ്റി ആണെന്ന് തോന്നുന്നു വൈറ്റ് കോഫി. അറിയില്ല, കയറി നോക്കണം. ഫൈനസ്റ്റ് ചോക്ലേറ്റ്. ഇതെനിക്കൊന്ന് കൊക്കോയുടെ ഫാക്ടറിയാ, അങ്ങനെ എന്തോ. കയറി നോക്കാം. ഇന്നലെ കാപ്പിപ്പൊടിയുടെ മണം. കുടിച്ചു നോക്കൂ, എങ്ങനെയുണ്ട്? ഷുഗർ ഇട്ടിട്ടുണ്ടോ? ഷുഗർ നല്ലതാ. നീ ഇത് ട്രൈ ചെയ്ത് നോക്കിയേ. ചായ കയ്പാണോ? ഇതാണ് സാധനം. വൈറ്റ് കോഫി എന്നാണ് പറയുന്നത്. കൊള്ളാം കേട്ടോ. ഒരു വാനിലയുടെ ചുവയുണ്ടോ? എനിക്ക് തോന്നുന്നതാണ്. ഒരു വാനിലയുടെ നല്ലൊരു ടേസ്റ്റ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഷുഗർ കുറവാണ്. ഇത് ഏത് ടൈപ്പാ? തിരാമിസു. എങ്ങനെയുണ്ട്? ഇത് നല്ല ഷുഗർ. എനിക്ക് വേണ്ടത്ര ഷുഗറും ഉണ്ട്. ഹലോ, പലതരം കോഫി ഗ്രൈൻഡേഴ്സ് ഒക്കെ ഇങ്ങനെ സോവിനേഴ്സ് പോലെ കൊടുക്കാനാണോ അത് അവര് ഒരു ഡെക്കോറേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിങ്ങനെ പാക്കറ്റ്സ് വിൽക്കാനാ. പല ടൈപ്പ് കോഫി ഉണ്ട്. ഇത് ജാവ അറേബിക്ക, കാപ്പുച്ചിനോ, കഫേ ലാറ്റെ, വൈറ്റ് കോഫി, ചാർക്കോൾ റോസ്റ്റഡ് കോഫി, ബോംബോൺ കോഫി, കഫേ മാക്കിയാറ്റോ, കഫേ ലിമോൺ. കോഫിയിൽ ലെമൺ ഇട്ടിട്ട് ആദ്യമായിട്ട് കേൾക്കുക. കാരമൽ കോഫി, ജിഞ്ചർ കോഫി, ഐറിഷ് കോഫി, കോഫി മിക്സ്. ഇത് നമ്മുടെ നോർമൽ കഫേ ലാറ്റെ. ഇനി നമ്മള് ചോക്ലേറ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇത് ആൽമണ്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതിനൊരു ക്വാർട്ടർ പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട് ട്രൈ ചെയ്യാൻ. അടിപൊളി. സാധാരണ നട്ട്സ് ആൻഡ്
ചോക്ലേറ്റ് കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ല പ്രൈസ് നോക്കാം. 55 ringgit. അത് എത്രയാന്ന് നമുക്ക് പിന്നെ നോക്കിയിട്ട് പോകാം. Almond dark chocolate, almond with milk chocolate, raisin dollar chocolate, hazelnut milk chocolate, coconut chocolate, sesame white chocolate, Draghi's chocolate. Draghi's almond, hazelnut and raisin coated with milk, dark and white chocolate. Strawberry white chocolate, green tea. ഇതൊക്കെ അടിപൊളി ഭയങ്കര വെറൈറ്റീസ് ആണ്. Macadamia, avocado filling dark chocolate. അടിപൊളി. കേട്ടിട്ടില്ലാത്ത കോമ്പിനേഷൻസ് എല്ലാം ഇങ്ങനെ പലതരം ചോക്ലേറ്റ്. വേറെ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ആണ് ഇവിടെയുണ്ട്. നമുക്കിനി അടുത്ത സ്ഥലത്ത് പോയിട്ട് ബാക്കി കാണാം. അപ്പൊ ഇതാണ് ക്ലാൻ ജെട്ടി. ഞങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെയാണ്. ഏൻഷ്യൻ ചൈനീസ് മാർക്കറ്റ് പ്ലേസ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നടന്ന് കാണാം. ക്ലാൻ ജെട്ടി അല്ല ഗൈസ്, ചൂജെട്ടിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും വായിക്കുന്നത് ഇങ്ങനെയല്ല. ഇത് കണ്ട പൂച്ച ഇങ്ങനെ കൈയാക്കുന്ന സാധനം, അതിങ്ങനെ ഒരു പോസിറ്റീവ് എനർജി വീട്ടിൽ തരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ചൂട് ചൂട് ഗൈസ്, വെരി ചൂട്. ഇതെന്തോ ഇത് കയ്യില് പിന്നല്ല ലുങ്കി, മലേഷ്യൻ ലുങ്കിയാണ്. വളരെ വിലക്കുറവാണ്. 450 ഫിൽസേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ വെച്ച്. ഓക്കെ, ആർക്കെങ്കിലും വേണേ പെട്ടെന്ന് പറയാം. ഇത് നല്ലതാ. കൂടാ ആ മറ്റേ മീനിനല്ലേ ആറ്റിലോട്ട് ഇട്ടാൽ മതിയായിരുന്നു. കൂടാ ഇത് 2 ഉണ്ട്. അതിനകത്ത് കയറിയാൽ പിന്നെ പോയിട്ട് എന്ത് ചെയ്യാം. ഇവിടെ നമ്മൾ ഇത് ചൂജിട്ട് എന്ന് പറയാനുള്ള റീസൺ ഇവിടെ നമ്മൾ കഴിക്കാൻ വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ ഇത് ചൂസ് ചെയ്യും. ഇതെന്തുവാണ്? ഇത് ജെട്ടിയാണ്. ചൂസ് ജെട്ടി. വാ, ഇവിടെ ഇവിടെ കളഞ്ഞിട്ട് പോകുമ്പോ ഞാൻ പറഞ്ഞ വൃത്തിയാണ്. കണ്ടോ കൊച്ചിന്റെ മുഖം കണ്ടോ? അമ്മയ്ക്ക് എന്ത് പറ്റിയത്? ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു ഡ്രിങ്ക് കുടിക്കാൻ വാങ്ങിച്ചായിരുന്നു. അത് ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നീറ്റിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് കുടിപ്പിച്ച് നോക്കുന്നതായിരുന്നു. അപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ക്രൂസിന്റെ നൈറ്റ് വ്യൂ കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? അപ്പൊ ഞങ്ങളുടെ മലേഷ്യയിലെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കയറുക. ഭയങ്കര ടയർഡാണ് ഗൈസ്. ഞങ്ങള് ഒരുപോലെ ചൂടായിരുന്നു. ഭയങ്കര ചൂടാ ഇവിടെ. ഇവൻ ചൂടില്ലാത്ത സമയത്ത് ഒരു ഹ്യൂമിഡിറ്റി കാരണം ഇങ്ങനെ നമ്മൾ വേർത്തോണ്ടിരിക്കുക. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ചൂടില്ല, പക്ഷെ എന്നാലും ചൂടാണ്. പിന്നെ നമ്മളിങ്ങനെ നടക്കുമായിരുന്നല്ലോ ഇത്രയും നേരം. അപ്പൊ ഞങ്ങള് ക്രൂസിൽ തിരിച്ചു കയറാണ്. ഞാൻ പിയർ ആണ്. നമ്മൾ ഇവിടെയാണ് നമ്മുടെ ക്രൂസ് അടുപ്പിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് നമ്മളിപ്പോ എൻട്രി തിരിച്ചു കയറാൻ പോവാ. അപ്പൊ ആക്ച്വലി നമ്മുടെ കയ്യിൽ ആ സീ പാസ് വേണം, എന്നാലേ നമ്മൾ എൻട്രി ചെയ്യാൻ സമയമുള്ളൂ. ഇവിടെ ആളെ നിൽക്കൊണ്ട് ചെക്ക് ചെയ്യാൻ. ഞങ്ങള് വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് മേക്കപ്പ് റിമൂവ് ചെയ്ത് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കിടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഡബിൾ ക്ലെൻസ് ചെയ്യണം. ഡോക്ടർ ഷെത്തിന്റെ ക്ലെൻസിങ് ഓയിലാണ്. ഒരു വലിയ സുഖമില്ല. ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിന്റെ പമ്പ് പോയി. ഞാനിങ്ങനെ ഇത് തുറന്നാണ് എടുക്കുന്നത്. പിന്നെ വലിയ അത്ര ഇതായിട്ട് മേക്കപ്പ് റിമൂവ് ആകത്തില്ല. അപ്പം ഞങ്ങളൊരു ന്യൂട്രിജനയുടെ
മേക്കപ്പ് വൈപ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല ബഹളം കേൾക്കാതെ കുഞ്ഞിനാണ്. ആക്ച്വലി മേക്കപ്പ് ഇട്ടില്ലെങ്കിലും രാത്രിയിൽ ഡബിൾ ക്ലെൻസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ഡേ ടൈമിൽ പോകുന്നത്. പിന്നെ ഈ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫേസിൽ നല്ല ഡേർട്ടും ഒക്കെ ഉണ്ടാവും. അപ്പം കൂടുതൽ ഇതിനെപ്പറ്റി ഡബിൾ ക്ലെൻസിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡബിൾ ക്ലെൻസിൻ്റെ വീഡിയോ ഷുവറായിട്ട് കാണും. ഫേസ് വാഷ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ ടവൽ ഡ്രൈ ചെയ്യുവാണ്. ഇനി ഒരു ടോണർ യൂസ് ചെയ്യാണ്. ഇനി മാമാവത്തിൻ്റെ ഒരു വൈറ്റമിൻ സി സിറം. അപ്പോൾ ഇനി അടുത്തൊരു മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ലിപ് ബാം. അപ്പം നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ രാവിലെ ആക്ച്വലി നേരത്തെ വെളുപ്പിന് എഴുന്നേക്കണം. നമുക്ക് രാവിലെ തന്നെ നമ്മൾ ക്രിക്കറ്റ് എത്തും. അവിടെ നമ്മൾ ഇറങ്ങി ഫുൾ ഡേ അവിടെ ഉണ്ട്. ഗുഡ് നൈറ്റ്.